ഫ്രണ്ട്സ് ഞാനിതൊരു വ്ളോഗാക്കി എടുക്കാനായിരുന്നു വിചാരിച്ചത്. പക്ഷെ എന്നാലും സാഹചര്യം ഇതായത് കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഒരു സന്തോഷമായ വാർത്തയാണ് അറിയിക്കാൻ പോകുന്നത്. ഇന്ന് പറഞ്ഞ യാതൊരു താല്പര്യമില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ഇന്ന് അടിച്ചു പോയിരിക്കുകയാണ്. ഇത് എന്റെ ഫോൺ റെഡ്മി K20 Pro ഇന്ന് ഏതാണ്ട് ഒരു RIP-ലോട്ട് എത്തിയിരിക്കുകയാണ്. ഞാൻ എനിക്ക് കാണിച്ചു തരാൻ ഫോൺ എന്തൊക്കെയാ പറ്റിയെന്ന്. ഇതാണ് നമ്മുടെ റെഡ്മി K20 Pro. പക്കയാണ്, ഒരു കാണുമ്പോൾ യാതൊരു കുഴപ്പമില്ല. ഇതൊരു മുമ്പ് എന്റെ കയ്യിൽ നിന്ന് വീണപ്പോൾ പൊട്ടിയിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും ഫിംഗർ പ്രിന്റ് കണ്ടോ, പക്ക ഫാസ്റ്റ്, ഒരു രക്ഷയില്ലാത്ത ഫാസ്റ്റാണ്. ഞാൻ ജസ്റ്റ് ക്യാമറ ഒക്കെ എടുത്ത് കാണിച്ചത്. ക്യാമറ ഒക്കെ പക്കയായിട്ടാണ് ഇരിക്കുന്നത്, വേറെ സീനൊന്നുമില്ല. പോപ്പപ്പ് ആണെങ്കിൽ നോക്കിയോ, പോപ്പപ്പ് അതുപോലെ തന്നെ പക്കയായിട്ടാണ് ഇരിക്കുന്നത്, യാതൊരു സീനില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഫോണിന്റെ കംപ്ലൈന്റ് എന്തൊക്കെയാണെന്ന് വെച്ചാല് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടച്ച് വർക്ക് ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ഫോണിന്റെ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്. ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ ഒന്നും നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ദോഷം വന്നിട്ടുള്ളത്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബാറൊക്കെ ഇനേബിൾ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഗാലറി എടുത്തിട്ട് ഞാൻ ഓട്ടോ റൊട്ടേറ്റ് ഓൺ ആക്കി ഇട്ടോക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ടാണ് ഞാനിപ്പോൾ നോട്ടിഫിക്കേഷൻ ബാറൊക്കെ ഇനേബിൾ ചെയ്യുന്നത്. MIUI 12 ആണ് നമ്മുടെ ഫോണിൽ ഇപ്പോൾ വന്നിട്ട്. ഇതിൽ 2 ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഫോണിന്റെ പണി വന്നു. രണ്ടല്ല ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഫോണിന്റെ പണി വന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് നോട്ടിഫിക്കേഷൻ എടുക്കാനായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഗാലറി എന്തെങ്കിലും എടുത്തിട്ട് നമ്മുടെ ഓട്ടോ റൊട്ടേറ്റ് സ്ക്രീൻ ഓൺ ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫോണിന്റെ വേറെ സീൻ എന്ന് വെച്ചാൽ, അതായത് എനിക്കിപ്പോ ലൊക്കേഷൻ ഓൺ ആവില്ല. ലൊക്കേഷൻ ഇങ്ങനെ കാണിക്കും, പക്ഷെ എന്തായാലും ഓൺ ആവില്ല. അതിന്റെ സിം ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ സിം ഇട്ട് കാണിക്കില്ല. മൊബൈൽ ഡാറ്റ ഓൺ ആവും, ഇങ്ങനെ കാണിക്കും, പക്ഷെ എന്നാലും ഒന്നും തന്നെ ഓൺ ആവില്ല. എന്നാ പ്രശ്നം, ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. ഫ്ലാഷ് ലൈറ്റ് പക്കയാണ്, വേറെ ഒന്നും നമ്മുടെ ഫോണിൽ ഇവിടെ കാണിക്കുന്നതിൽ ഓൺ ആവണില്ല. അതാണ് നമ്മുടെ ഈ ഫോണിൽ ഏറ്റവും വലിയ ഇഷ്യൂ വന്നിട്ട്. ഇതിപ്പോ ഓഫ് ആക്കാനും പറ്റുന്നില്ല. വൈഫൈ എടുത്ത് നോക്കുമ്പോൾ ഓൺ ആയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫോൺ. എന്നാൽ ചില നേരത്തെ ഒരു മാതിരി ഹാങ് വരാം. ഇത് ഗാലറി എടുക്കുമ്പോൾ വരെ നമ്മുടെ ചില നേരത്തെ നമ്മുടെ ഫോണിൽ പക്ക ഇപ്പൊ ഒരു ചെറിയ ഹാങ് പോലെ വന്നു. അതായത് നമ്മുടെ ബോർഡിന് അടിച്ചു പോയ ബോർഡ് സീനായതാണ് ഇത് പ്രശ്നം. ഇത് ഗാലറി എടുക്കുകയാണെങ്കിൽ ഇത് ടച്ചിന് ചെറിയ വീണ്ടും ഫുള്ളായിട്ട് ടച്ച് എന്നല്ല, അതായത് ഇങ്ങനെ ആക്കുമ്പോൾ അടിയിലോട്ട് പോകുന്നില്ല. എന്നാലും ഇങ്ങനെ മെല്ലാക്കുമ്പോൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതില്. ഇത് മെല്ലാക്കുമ്പോൾ എല്ലാം കിട്ടും, പക്ഷെ എന്തായാലും സ്പീഡിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒന്നും പോയില്ല. ഇതാണ് വേറൊരു ഇഷ്യൂ വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫോണിലെ മെയിൻ ആയിട്ട് കംപ്ലൈന്റ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫോൺ നമുക്ക് ശരിയാക്കാനായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഫോൺ വാങ്ങിയിട്ട് 10 മാസത്തിന്റെ അടുത്തായിട്ടുള്ളൂ. ഞാൻ ശരിയാക്കി കൊടുക്കാൻ പോകുന്നത് തൃശ്ശൂര് നമ്മുടെ ശങ്കര റോഡിന്റെ ഓപ്പോസിറ്റുള്ള ശങ്കര റോഡിലുള്ള ജയലക്ഷ്മിയുടെ ഓപ്പോസിറ്റുള്ള ഒരു നോക്കിയ സെൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഫോൺ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് എന്തൊക്കെയാ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. മഴ പെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം നമ്മുടെ ആംഗ്രി ബേർഡ്സും കൊണ്ടാണ് നമ്മൾ തൃശ്ശൂർ പോകാൻ പോകുന്നത്. നമ്മുടെ JBL സ്പീക്കർ നമ്മൾ എടുത്തിട്ട് അപ്പോൾ നമുക്ക് ചില്ലായിട്ട് നമുക്കിനി പോവാം. Run free and dive into the sky. Hear the wind crying out its prayer. While we're so ashamed to be alive, break the chains and our freedom's ours to take. നമ്മുടെ ഫോൺ കംപ്ലൈന്റ് ആയിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. പക്ഷെ എന്നാലും ഈ കൊറോണ കാരണം നമുക്ക് ഓടിപ്പോയിട്ട് അവിടേക്ക് ശരിയാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു 2 ദിവസം അവരെ വിളിച്ച് പറഞ്ഞിട്ട് ടോക്കൺ എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവരുടെ ഒരു ടൈം പറയുന്നത് ഇതിപ്പോ ഒരു 2 മണി തൊട്ട് 4 മണിയോട് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ സമയത്തുള്ളിലേക്ക് പോയാൽ അവരോട് മീറ്റ് ചെയ്തിട്ട് അവരുടെ കാര്യം പറഞ്ഞിട്ട് ശരിയാക്കാൻ കാര്യം നടക്കുള്ളൂ. എന്തായാലും നമ്മുടെ ഫോൺ എന്തായാലും ഒരാഴ്ചക്ക് മേലെ എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അവിടെ സർവീസ് സെന്റർ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ക്വാളിറ്റിക്ക് ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ അത് സാദരപൂർവ്വം ക്ഷമിച്ച് കൊള്ളേണ്ട ആവശ്യമുണ്ട്. നമുക്കിത് നേരെ മുകളിലോട്ട് പോകാം. എവിടേക്കാണ് നമ്മുടെ സർവീസ് സെന്റർ? നേരെ കാണുന്ന സർവീസ് സെന്റർ. നമുക്ക് ഉള്ളിൽ പോയിട്ട് എന്താ അവിടെ അവസ്ഥ നോക്കാം. നിങ്ങൾ കണ്ടത് വരെയാണ് എനിക്ക് തൃശ്ശൂർ വെച്ചിട്ടെടുക്കാനായിട്ട് സാധിച്ചത്. പക്ഷെ എന്നാലും അതിനുശേഷം കാര്യങ്ങൾ എനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം വെച്ചാൽ അത്രയും സങ്കടത്തിലായിരുന്നു ഞാൻ ആ സമയത്ത് തൃശ്ശൂർ റൗണ്ടിൽ നിൽക്കണ്ടായിരുന്നത്. ഞാനത് 1ാമത്തെ സ്ഥലത്ത് പോയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അല്ല, വേറെ സർവീസ് സെൻ്ററാണ് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പോയി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എന്തായാലും 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക, അതിനോട് ഞാൻ അവർ വിളിക്കാമെന്നു, അവർ കോൺടാക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ തൃശ്ശൂരിൽ ചെയ്യാണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ റൗണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവർക്ക് വിളിച്ച് നോക്കി. അവരെന്തായാലും ഇങ്ങോട്ട് വിളിക്കണില്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഒന്ന് വിളിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് സാർ നിങ്ങൾ ആ ഫോൺ നിങ്ങൾ എടുത്ത് കൊണ്ടുവെക്കുമോ എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് ആകെ എന്തോ മാതിരി പോലെ. അപ്പോൾ ഞാൻ ചേട്ടാ എന്താ അങ്ങനെ പറയണേ, അതിനിപ്പോൾ എന്തുണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആ ഫോണിന് ശരിയാക്കിയിട്ട് ആവശ്യമില്ലാന്ന്, ശരിയാക്കിയിട്ട് ഒരു ഉപകാരമില്ലാന്ന് പറഞ്ഞു.
അപ്പോൾ പിന്നെ ആ ഫോൺ ശരിയാക്കണം നിങ്ങൾക്ക് വേറെ ഫോൺ വാങ്ങാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആകെ തകർന്നു പോയി. അപ്പോൾ ചോദിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവർ ആ ഫോണിൻ്റെ ബോർഡ് അടിച്ചു പോയി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ ബാറ്ററിക്ക് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്പ്ലേക്കും കംപ്ലയിൻറ്റ്. അപ്പോൾ ആകെ മൊത്തം എത്ര രൂപയെന്ന് ചോദിച്ചു. അപ്പോൾ ബോർഡിന് 10,000 രൂപ. അവർ സിമ്പിളായിട്ട് പറയുകയാണ് ചെയ്തത്. ബോർഡിന് 10,000 രൂപ, ഡിസ്പ്ലേക്ക് 8,700, ബാറ്ററിക്ക് 2,350. അങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ എമൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോണിന് 22 സംതിങ് ഉണ്ടാവും ഇത് ശരിയാക്കാനായിട്ട് മാത്രം. അന്നേരം നമുക്ക് നല്ലൊരു ഫോൺ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ നേരെ ആ ഫോൺ നേരെ വാങ്ങിയിട്ട് വരണം ചെയ്യും. പക്ഷെ എന്നാലും ആ ഒരു 2 മണിക്കൂർ ഞാൻ ആകെ കിളി പോയ അവസ്ഥയിലായിരുന്നു. വെച്ചാൽ എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തുണ്ടായിരുന്നില്ല. ആകെ മൊത്തം സെഡ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വീട്ടിൽ ആകെ സീൻ കിട്ടുമോ, ഇനിയിപ്പോൾ ഫോണിന് ആകെ അടിച്ചു പോയി എന്ന് പറഞ്ഞാൽ അതും 1 കൊല്ലം പോലെ ആയിട്ടുള്ള. ആ കൂടിയിട്ട് 11 മാസമായിട്ടുള്ളൂ. കഴിഞ്ഞ കൊല്ലം അടുത്ത മാസം കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിലൊക്കെയാണ് ഞാൻ ഫോൺ വാങ്ങിയത്. ഇപ്പോൾ 11 മാസമായിട്ടുള്ള ആ കൂടിയിട്ട്. അതിനുള്ളിൽ തന്നെ ഫോണൊക്കെ അടിച്ചു പോയി എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ റെഡ്മി K20 Pro ആണ് നമ്മുടെ മൊബൈൽ. അതൊക്കെ അടിച്ചു പോയി എന്ന് പറഞ്ഞാൽ ആകെ സെഡ്. നമ്മുടെ ഫോൺ വാങ്ങുമ്പോൾ നല്ലൊരു പ്രതീക്ഷയാണ് വാങ്ങുന്ന സംഭവം, നല്ല വീഡിയോ ക്വാളിറ്റിയും നല്ല പ്രൊസസ്സറൊക്കെ ഉള്ള ഫോൺ തന്നെയാണ് നമ്മുടെ. പക്ഷെ എന്നാലും ഇത്തരം സാഹചര്യം വന്നപ്പോൾ എല്ലാ ഫോണും കണക്കാണ്. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് 2-3 പാഠങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് നമ്മളിപ്പോഴും നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ MOLED ഡിസ്പ്ലേയിൽ ഫോൺ വാങ്ങാതിരിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. കാരണം വെച്ചാൽ എൻ്റെ ഫോൺ MOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ ഫോണൊക്കെ MOLED ഉണ്ട്, അല്ലെങ്കിൽ LCD ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ അവർ പറഞ്ഞു തന്നൊരു തീരെ അനുസരിച്ചിട്ട് നമുക്ക് MOLED ഡിസ്പ്ലേ ഫോൺസ് എടുക്കുന്ന അത്ര നല്ല കാര്യമില്ല. സംഭവിച്ചാൽ ഈ സംഭവം നോക്കുമ്പോൾ ഒക്കെ നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ടാവും, നല്ല കളറിംഗ് ഒക്കെ കൂടുതലായിട്ടാണ് MOLED ഉണ്ടാവുക. അത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആയിരിക്കും MOLED പറയുമ്പോൾ. പക്ഷെ എന്നാലും ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ MOLED ഡിസ്പ്ലേ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് അതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിട്ട് മിനിമം 8,000 രൂപ മിനിമം എന്തായാലും പോയിരിക്കും. അത് സാധാ ഡിസ്പ്ലേ ആണെങ്കിൽ ഒരു LCD ഡിസ്പ്ലേ ആണെങ്കിൽ മിനിമം ഒരു 3,000 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതൊരു 8,000 രൂപ മിനിമം ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ MOLED ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് പെട്ടെന്ന് തന്നെ അതായത് ഇതിപ്പോൾ തന്നെ നമ്മുടെ കൈ കൊണ്ട് വെറുതെ ഒരു നമ്മുടെ കൈമുട്ടുകൊണ്ട് അങ്ങനെ ആ ഡിസ്പ്ലേയിൽ അമർത്താണെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ഡിസ്പ്ലേ അടിച്ചു പോകുന്നതായിരിക്കും. എൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയതല്ല, ചില ഒരു സൈഡിൽ ടച്ച് വർക്ക് ചെയ്യുന്നില്ല, അതാണ് സംഭവം. ഡിസ്പ്ലേക്കും കാണുമ്പോൾ ഒരു ഫോണിന് യാതൊരു കുഴപ്പമില്ല, പക്ഷെ ഉള്ളിലൂടെയാണ് എല്ലാം നടക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ വൈഫൈ ഇല്ല, ഹോട്ട്സ്പോട്ട് ഇല്ല, ലൊക്കേഷൻ ഇല്ല, ബ്ലൂടൂത്ത് ഇല്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി വീക്കായിരുന്നു. പക്ഷെ എന്നാലും ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ബാറ്ററി ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ സമയത്ത് ഭയങ്കര ട്രെയിനിങ് ആയിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടും 60% ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതാണ്. ശരിയാക്കാനായിട്ട് പോകുമ്പോൾ ഫോണിൻ്റെ ചാർജ് 0%. ഇപ്പോൾ ബാറ്ററി പക്ക ട്രെയിനിങ് ആണെന്ന് വിചാരിച്ചു. എന്നാൽ ഇപ്പോൾ ബാറ്ററിക്ക് ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ നിൽക്കുന്നതിന് മാറുമെന്ന് അറിയില്ല, അല്ലാതെ മാറുമെന്ന് അറിയില്ല. പിന്നെ വർക്ക് ചെയ്യാത്തതാണ് നമ്മുടെ ഡിസ്പ്ലേ ടച്ച്, മോൾ ഭാഗത്തെ ടച്ച്. ഈ വൈഫൈ എങ്കിലും ശരിയാക്കി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സംഭവം അതിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ ഡിസ്പ്ലേക്ക് ഒരു ടച്ച് വർക്ക് ചെയ്യാൻ എന്തെങ്കിലും C type OTG ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ല പിന്നെ നമ്മുടെ വയർലെസ് കീബോർഡ് മൗസും കണക്ട് ചെയ്ത് നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും അടുത്തൊരു ഫോൺ തന്നെ എന്തായാലും വാങ്ങണം വെച്ചാൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പഴയ ഫോൺ Redmi Note 5 Pro ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ ഫോണ് വിൽക്കാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഇരിക്കേണ്ടത്. പക്ഷെ എന്തോ ഒരു സാഹചര്യത്തിൽ അത് വിൽക്കേണ്ടാന്നൊരു വന്ന കാര്യം ഞാൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ ആകെ തകർന്നു പോയി. നമ്മുടെ യൂട്യൂബ് തന്നെ നിർത്തേണ്ട ഒരു അവസ്ഥ, എൻ്റെ അക്കൗണ്ട് യൂട്യൂബിൽ തന്നെ നിർത്തേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നേനെ. പക്ഷെ എന്തായാലും ഇപ്പോൾ Redmi Note 5 Pro ഉള്ള കാരണം കൊണ്ട് പ്രത്യേകിച്ച് സീനിപ്പോൾ കിട്ടിയിട്ടില്ല. ഇനി എന്തായാലും ഞാനൊരു മണി മേക്കിംഗ് ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ എന്തായാലും ഇടുന്നതായിരിക്കും. അത്യാവശ്യം നല്ലൊരു സംഭവം തന്നെയാണ്. എന്തായാലും നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള ഒരു കളർ പ്രഡിക്ഷനുകളൊക്കെ കേട്ടിട്ടുണ്ട്, അത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നെങ്കിലും ഇൻകം ഉണ്ടാക്കിയിട്ട് വേണം ജസ്റ്റ് എനിക്കൊരു മൊബൈൽ വാങ്ങാൻ. രീതിയിൽ എന്തെങ്കിലും മൊബൈൽ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ വാങ്ങണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ക്യാമറ എടുക്കണം, ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ എല്ലാം എടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസസ്സറും അത്യാവശ്യം വേണം. കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോ ഒക്കെ റെൻഡർ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പത്തിന് പ്രൊസസ്സറും നന്നായിട്ട് വേണം. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ലൈഫും അത്യാവശ്യം ഉള്ളൊരു ഫോൺ എന്തായാലും വാങ്ങണം. അതിനെന്തായാലും ഒരു മിനിമം ഒരു 6-9 മാസം എന്തായാലും എടുക്കുന്നു ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എന്തായാലും നമ്മുടെ ഫോണിൻ്റെ ക്യാമറ വർക്കിംഗ് ആയ കാരണം കൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കറൻ്റ് ഈ ഫോണിലാണ്. പക്ഷെ എന്നാലും ഇത് എത്ര നാളുണ്ടാവും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ബോർഡിനാണ് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഫോൺ അപ്പോൾ തന്നെ നിർത്തുന്നതായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ Redmi Note 9 Pro Maxലോട്ട് ബാക്കിലോട്ട് തന്നെ പോകുന്നതായിരിക്കും. പക്ഷേ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി എനിക്ക് ഫോൺ വാങ്ങാനായിട്ട് വേറെ ആപ്ലിക്കേഷൻ മാത്രമല്ല, എനിക്ക് മെയിനായിട്ട് നമ്മുടെ യൂട്യൂബ് തന്നെയുണ്ട്. പക്ഷേ എന്നാലും യൂട്യൂബിൽ ക്യാഷ് ചെയ്ത് തുടങ്ങാനായിട്ട് കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടല്ലോ. 1000 സബ്സ്ക്രൈബേഴ്സും 4 വാച്ചവർക്ക് വേണമല്ലോ. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ഇവിടെ ഓഡിയൻസ് ആയിട്ട് എൻ്റെ വീഡിയോ കാണാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എൻ്റെ മനസ്സിലുള്ള സങ്കടം നിങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മോണിറ്റൈസേഷൻ കിട്ടി എനേബിൾ ചെയ്ത് പൈസ ഉണ്ടാക്കി പിന്നെ നമ്മൾ വേറെ ലെവലോട്ട് എത്തിക്കും, ഒരു സീനില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് തൊട്ടപ്പത്തിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണം നമുക്ക് പാക്കലാം. with
We'll be right back.